വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ ഇറങ്ങിയ കടുവ ഉടൻ കൂട്ടിലായേക്കും. ഊട്ടിക്കവലയിൽ സ്ഥാപിച്ച കൂടിന് സമീപം കടുവ എത്തി എന്നാണ് റിപ്പോർട്ട്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുർജിത്ത്, രാത്രിയിലും ദൗത്യം സജീവമായി നടക്കുന്നുണ്ട്. ഈ കൂടിനരികെയുണ്ട് കടുവ എന്ന വിലയിരുത്തലിലേക്ക് വനംവകുപ്പ് എത്തിയിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നടക്കുന്ന നീക്കങ്ങൾ? പ്രദേശവാസികളുടെ ദിവസങ്ങളായുള്ള ആശങ്കയാണ്. അതിനിന്ന് പരിഹാരമാവാനുള്ള സാധ്യതയുണ്ടോ സുർജിത്ത്? റിജിത്ത്, ഇവിടെ ഇപ്പോൾ ആ ദൗത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കടുവയുടെ സാന്നിധ്യം വനംവകുപ്പിൻ്റെ റഡാറിലുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. എന്തായാലും ആ ദൗത്യം ഇവിടെ അധികം സംസാരിക്കരുതെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. കാരണം തൊട്ട് താഴെയാണ് ഈ കടുവ സാന്നിധ്യമുള്ളത്. അതായത് നേരത്തെ വെച്ച കൂടിൻ്റെ സമീപത്തേക്ക് കടുവ ഈ പ്രദേശത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ആളുകളെ സംബന്ധിച്ച് കുറേ ആളുകൾ ഇങ്ങനെ അക്ഷമരായി കാത്തിരിക്കുന്നുമുണ്ട്. കടുവ പിടികൂടും എന്നുള്ള പ്രതീക്ഷയാണ് ഈ ആളുകളെല്ലാം തന്നെ പങ്കുവെക്കുന്നതും. എന്തായാലും ഈ വലിയ ആശങ്ക ആളുകളെ സംബന്ധിച്ച് നീളിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. തെർമൽ ഡ്രോൺ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പരിശോധനയിൽ ഇന്ന് വൈകിട്ടോടു കൂടിയാണ് വീണ്ടും കടുവ സാന്നിധ്യം ഉണ്ടായത്. ഇതേ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു പരിശോധനയിലേക്ക് എത്തിയത്. ധാരാളം ആളുകൾ, ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകളെല്ലാം തന്നെ അക്ഷമരായി കാത്തിരിക്കുകയാണ്. ഇവർ ഉറക്കം പോലും ഉപേക്ഷിച്ച് അക്ഷമരായി കാത്തിരിക്കുന്നൊരവസ്ഥയാണുള്ളത്. ആകാശത്ത് ഡ്രോൺ വട്ടമിട്ട് പറക്കുന്ന ആ കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ഇത്തരത്തിൽ ഒരു സാന്നിധ്യമുണ്ട് എന്നുള്ള തരത്തിലുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് തന്നെ ഈ വനംവകുപ്പ് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പ്രദേശവാസികളായിട്ടുള്ള അവരുടെയൊക്കെ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ഏതാനും ദിവസങ്ങളായി റിജിത്ത്. എന്തായാലും അവരിലേക്ക് തന്നെ, ഈ ആളുകളിലേക്ക് തന്നെ നമുക്ക് പോകാൻ. ചേച്ചി ക്ഷീരകർഷകയാണല്ലേ? നേരത്തെ ക്ഷീരകർഷകയായിരുന്നു, ഇപ്പോൾ പശുവില്ല. പക്ഷെ എൻ്റെ തൊട്ട അയൽവക്കത്തെ പശു ആടിനെയാണ് ഇന്ന് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല. ഇവിടെ ചുറ്റുവട്ടം എല്ലാവരും ക്ഷീരകർഷകരാണ്. ഈ വെളുപ്പിന് 5 മണി 4:30 ആകുമ്പോൾ തൊഴുത്തിൽ കയറി പശുവിനെ കുളിപ്പിച്ച് കറന്ന് അതിന് വേണ്ട പുല്ല് വെട്ടാൻ പോകാൻ പറ്റുന്നില്ല, ഒന്നിനും പറ്റുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് സർക്കാരും അല്ല അതിൻ്റെ ഉദ്യോഗസ്ഥരും പറഞ്ഞു തരണം. ഇന്ന് ഒരു രാത്രി കൂടി ഞങ്ങൾ ക്ഷമിക്കും. നാളെ ഇതൊന്നും ആയിരിക്കില്ല അവസ്ഥ എന്ന് പ്രത്യേകം പറയുന്നു. എത്രയും വേഗം പിടിക്കണം, മയക്കുവെടി വെച്ച് പിടിക്കണം, അല്ലെങ്കിൽ കൂട്ടിൽ കടുവേനെ അകപ്പെടുത്തണം. സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, ടെൻഷനാണ്, പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. കടുവ ഉണ്ട്. ക്ലാസ്സിൽ പല ആൾക്കാർക്കും കടുവയുടെ ശല്യമുള്ളവരാണ്. ഇങ്ങനെ ഒരു ആശങ്ക ആളുകളെ സംബന്ധിച്ചുണ്ട് റിജിത്ത്. കാരണം ആളുകളൊക്കെ ആ ഒരു പ്രശ്നം, പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ തന്നെ പറയുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ മേഖല കേന്ദ്രീകരിച്ച് ഇങ്ങനെ തെരച്ചിൽ നടക്കുന്നുണ്ട്. പക്ഷേ കടുവയെ കണ്ടെത്താൻ കഴിയുന്നില്ല. കാരണം ഇത്ര ദിവസമായി ഇരിക്കുന്നു. കാരണം 8 ദിവസം പിന്നിട്ടിരിക്കുന്നു. സ്വാഭാവികമായും ആളുകളെ സംബന്ധിച്ച് വലിയ പ്രതിഷേധവും അമർഷവും ഉണ്ട്. ഇത്ര കാലമായിട്ടും കടുവയെ പിടികൂടാൻ പറ്റാത്ത ഒരു അവസ്ഥ അത് വനംവകുപ്പിന് എതിരെ ഉന്നയിക്കുന്നുമുണ്ട്. എന്തായാലും ആ ദൗത്യം തുടരുന്നു. കടുവ വീഴുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഈ നാട്ടുകാർക്കുള്ളത്. അവർ ഉറക്കമൊഴിച്ച് കാത്തിരിക്കുന്നു. ശരി, സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. അവിടെ വനംവകുപ്പിൻ്റെ ദൗത്യം സജീവമായി തുടരുകയാണ്. ദിവസങ്ങളോളമായുള്ള പ്രദേശവാസികളുടെ ആശങ്കയാണ്. ജോലിക്ക് പോകാനോ സ്കൂളിൽ പോകാനോ ഒന്നും കഴിയാത്ത, കുട്ടികളെ സ്കൂളിലേക്ക് വിടാനോ ഒന്നും കഴിയാത്ത അവസ്ഥയാണ്. കൂടിനരികെയുണ്ട് കടുവ എന്നുള്ളതാണ് ഇപ്പോൾ വനംവകുപ്പിന് ലഭ്യമായിരിക്കുന്ന വിവരം. അവിടെ വളരെ വിശദമായ പരിശോധന നടക്കുന്നുണ്ട്. എന്താണ് സംഭവിക്കുക എന്ന് കാത്തിരുന്ന് കാണാം.